ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ പ്രേമം എന്ന സിനിമയിലെ ഒരു ലുക്കാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. താടിയൊക്കെ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ആ സിനിമ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയേക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതായിരിക്കും അപ്രതീക്ഷിതമായി നമ്മുടെ ലൈഫിൽ നടക്കണമെന്നുള്ള ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആ സിനിമ എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഫസ്റ്റ് ഇത് പറയാനാണ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് നമ്മുടെ ബ്രെയിനൊരു എക്സസൈസാണ്. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, ഡെയിലി ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന്. അപ്പം പിന്നെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. സോ നമ്മളെല്ലാ ദിവസവും നമ്മുടെ ഡ്രീം അല്ലെങ്കിൽ നമ്മുടെ ഗോളിന് വേണ്ടി എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്ലോ ഗ്രോത്തിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സ്റ്റേബിൾ ഉണ്ടാവുള്ളൂ, അത് ഒരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയുന്നത് വെച്ചാൽ നമ്മളെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീ ആയി, അതുകൊണ്ട് നമ്മൾ ഇനി വർക്ക് ചെയ്യേണ്ട എന്നുള്ളതല്ല. എപ്പോഴും നമ്മൾ എൻഗേജ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മളുടേതായ തിരക്കിൽ ഇൻവോൾവ് ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വയസ്സായി പോകുന്നു 100% ഉറപ്പാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു വർക്കിനോ ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് സ്പാൻ കൂടുക മാത്രമല്ല, നമ്മൾ കുറേ കൂടി ഹെൽത്തി ആയിരിക്കും എപ്പോഴും. ഞാൻ ആദ്യം വിചാരിച്ചത് വരയ്ക്കുമ്പോൾ കുറച്ച് മ്യൂസിക് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മ്യൂസിക് വന്നിങ്ങോട്ടെ ഒരു മെലഡി പോലത്തെ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ച്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഒരു ഇൻട്രാക്ഷനാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും എൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു തോട്ട് വേർഡ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് മേ ബി ചിലർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവാം, ഇല്ലെങ്കിൽ ചിലർക്കതൊരു എന്താ പറയുക, അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാൻ എപ്പോഴും എന്താ പറയുക, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ആരിലേക്കെങ്കിലും ഒരു മെസ്സേജ് പോവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇന്ന് ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് ഫോക്കസ് എന്ന് പറഞ്ഞ വാക്കിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഫോക്കസ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഈ പണ്ടൊക്കെ ചെറുപ്പത്തിലെ സ്കൂൾ ടൈമിലൊന്നും അത്രയും വലിയ ഫോക്കസിങ് അതൊന്നുമില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ ചെറിയ പിള്ളേരിൽ കൂടി സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു വാക്കുകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറേ കൂടി എന്താ പറയുക, ഓരോ ഇൻഡിവിജ്വൽ വിഷയം അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനും ട്രെയിൻ ചെയ്യിക്കാനും ചെറുപ്പം മുതലേ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോരോ ഇതുണ്ട്. പണ്ട് അങ്ങനെയൊന്നും അത്ര ഇതുണ്ടായിരുന്നില്ല. ആ ഒരു മൂഡിൽ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ല. ഇന്നിപ്പോൾ എല്ലാത്തിനും ഒരു കോമ്പറ്റീഷനോ ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു അവെയർനെസ് ചെറുപ്പത്തിലെ പിള്ളേർക്കുണ്ട്. ഇങ്ങനെ ഇന്ന അച്ചീവ്മെൻറ്റ് ചെയ്യണം, ഇന്ന ആളാവണം എന്നുള്ള ഒരു മൈൻഡ് ചെറുപ്പം മുതൽ ബിൽഡ് ചെയ്യുന്ന കുറേ പിള്ളേരിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ ഈ എംപ്ലോയിഡ് ആൾക്കാരും നമ്മൾ ഉദ്ദേശിച്ച ഇപ്പോൾ ഒരു വർക്ക് അല്ല നമുക്ക് കിട്ടിയതെങ്കിലും നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ ഡ്രീം, ഇപ്പോൾ നമ്മുടെ പാഷൻ, ചിലവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കുറവായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ട് പാടാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഉള്ളിൽ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് ഒരു കാരണവശാലും അത് ലേറ്റ് ആക്കരുത്. അപ്പം തന്നെ കുറച്ച് യൂട്യൂബ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. നമുക്ക് കുറേ കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും അതിൽ എന്ന് എനിക്ക് തോന്നണേ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചാൽ, ഈ ഫോക്കസ് എന്നുള്ള വാക്ക് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് മാത്രമല്ല എല്ലാ കാര്യത്തിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതലും നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് അതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നമുക്ക് പ്ലാൻസും വേണം, അതുകൂടാതെ ഫോക്കസും കമ്പൾസറി ആയിട്ട് വേണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗോൾസ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളതൊരു വിഷായിട്ട് മാറും. നമ്മൾ ഇങ്ങനെ ഒരു സ്വപ്നം, അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള ഒരു
ഒരു വിഷായിട്ട് മാറും. എന്നാലും നമ്മൾ അത് ടച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് അതിലേക്ക് എത്തിപ്പെടുന്നില്ല. അത് വളരെ അകലെ തന്നെ നിൽക്കും നമ്മുടെ കയ്യിൽ നിന്ന്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ എന്തായാലും പ്ലാൻസും വേണം, നല്ല ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് അല്ലെങ്കിൽ നമുക്ക് അതിലെത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ലൈഫിൽ കൊടുക്കുന്ന ഇതുണ്ടാവും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നല്ലോണം ഫോക്കസ് ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫോക്കസ് ചെയ്യാൻ വേണ്ടി എങ്ങനെ നമുക്കത് കൂട്ടാമെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് 2-3 കാര്യങ്ങളിലാണ്. നമ്മൾ ഒരിടത്ത് ഒരിടത്ത് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഒരിടത്ത് തന്നെ ഒരിടത്ത് തന്നെ ശ്രദ്ധിക്കണം. അതിനു പറ്റിയ 2-3 പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത്, ഒന്ന് റീഡിങ്ങാണ്. റീഡിങ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. അതേപോലെ റൈറ്റിങ്, റീഡിങ്, പിന്നെ അതേപോലെ എന്തെങ്കിലും ഇരുന്ന് ഒരു കാര്യം ചെയ്യുന്ന എന്ത് പണിയായിക്കോട്ടെ അതൊരു ഫോക്കസിങ് പവർ കൂട്ടുന്ന ഒരു എക്സസൈസായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം നമ്മൾ ഈ ഹറിബറിയായിട്ട് നടക്കുന്നതല്ല, നമ്മൾ ഒരിടത്ത് ഇരുന്ന് അത് തന്നെ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ആ ഒരു ക്ഷമയും ഡിസിപ്ലിനും വരും. പിന്നെ അതുകൂടാതെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പിരിവിരി പോലത്തെ ആ സംഭവം ഉണ്ടാവില്ല. ചിലർക്ക് കുറച്ച് ഇരുന്നേക്ക് എഴുന്നേറ്റിട്ട് അത് ശരിയാവില്ല, പെട്ടെന്ന് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. അതൊക്കെ നമ്മളിൽ നിന്ന് മാറുന്നത് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ബെസ്റ്റ് റീഡിങ്ങും റൈറ്റിംഗ് ആണ്. അത് നമ്മുടെ നോളജ് കൂട്ടലും നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന നല്ലൊരു അടിപൊളി എക്സസൈസാണ്. കാരണം നമ്മൾ വായിക്കുകയും പിന്നെ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു നോളജ് കൂടണതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നിവിൻ പോളിയുടെ ഏകദേശം ഒരു ഫിനിഷായിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും മനസ്സിലെടുക്കുക. നമ്മൾ എപ്പോഴും എന്ത് വർക്ക് ചെയ്യുമ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കണതാണ്, മറ്റേ വാട്ടർ കളറൊന്ന് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണതാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ, പക്ഷേ ജസ്റ്റ് ഒന്ന് നോക്കണതാണ്. ഇതൊരു റഫായിട്ടുള്ള സ്കെച്ചാണ്. ഞാൻ ആദ്യമൊന്നും ഇതേപോലെ പോലും വരക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഒരു ഉദാഹരണമാണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. നല്ലോണം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ മില്യൺസിൻ്റെ ഇതായിരിക്കില്ല നമുക്ക് വരുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നെ പറയാനുള്ള വെച്ചാൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പ്രാക്ടീസ് എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൽ അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഇൻബിൽഡാണ് ഫോക്കസ് എന്ന് പറഞ്ഞ കാര്യവും കൂടി കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ ആ ടൈം ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, യെസ്, ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ പ്രാക്ടീസ് മാത്രം പോരാ, നല്ലോണം ഫോക്കസും ചെയ്യണം. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് വെറും ഒരു വിഷായിട്ട് മാറും എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.